ഭാരതത്തിനെതിരെ കടൽ മാർഗം ഭീകരാക്രമണത്തിന് ലക്ഷ്യമിട്ട ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബ ഭാരതത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യമിട്ട വാട്ടർ ഫോഴ്സ് രൂപീകരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 135 കൊടും ഭീകരരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് പരിശീലനം നൽകുന്നത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ ഭാരതത്തിനെതിരെ വീണ്ടും ഒരു ആക്രമണം, കടൽ വഴിയും നുഴഞ്ഞു കയറാനുള്ള ഒരു സജീവ പ്രവർത്തനം, സജീവ ശ്രമങ്ങൾ ഈ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എങ്ങനെയാണ് ഈ നീക്കം ഭാരതം കണ്ടെത്തിയത്? എങ്ങനെയാകും ഭാരതം ഇതിനെ പ്രതിരോധിക്കുക? വളരെ പ്രധാനപ്പെട്ട ദേശീയ വാർത്ത പുറത്തുവരുന്നു. ഭാരതത്തിനെതിരെ വീണ്ടും ഒരു നുഴഞ്ഞുകയറ്റം, കടൽ മാർഗം ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുകയാണ് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബ. എത്ര തിരിച്ചടി ഭാരതം നൽകിയാലും പഠിക്കില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് ലഷ്കർ ഇ തോയിബ. ഭാരതത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് വാട്ടർ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ നിർണായകമായ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ വാട്ടർ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്? ആരാണ് ഇതിന്റെ തലവൻ? ഭാരതം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് കടൽ മാർഗമുള്ള ഭീകരാക്രമണത്തിന് പുതിയ ഭീകര സംവിധാനത്തിന് പരിശീലനം നൽകുന്നു, ആളുകൾക്ക് പരിശീലനം നൽകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ ആക്രമിക്കുക ലക്ഷ്യമിട്ട് വാട്ടർ ഫോഴ്സ് രൂപീകരിക്കുകയാണ് ഭീകര സംഘടന. ലഷ്കർ നേതാവ് ഹാരിസ് ബെർണാണ് ഇതിന്റെ ചുമതല. സ്കൂബ ഡൈവിംഗ്, പ്രൊഫഷണൽ നീന്തൽ, ഹൈസ്പീഡ് ബോട്ട് കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലെ ഓപ്പറേഷനുകൾ, സോഷ്യൽ മീഡിയ ഓപ്പറേഷൻ എന്നിവയാണ് പരിശീലനത്തിന്റെ ഭാഗമായുള്ളത്. 135 കൊടും ഭീകരരെ ഇതിനായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ശരി ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശ്രീകാന്ത് പങ്കുവെക്കുന്നത്. ഭാരതത്തിനെതിരെ കടൽ മാർഗമാണ് ഒരു ഭീകരാക്രമണത്തിന് ഈ ലഷ്കർ ഇ തോയിബ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഭാരതം പ്രതിരോധിക്കാൻ തയ്യാറാണ്. ഈ കടൽ മാർഗമല്ല, വായുമാർഗമല്ല, എന്ത് കരമാർഗമായാൽ കൂടിയും ഭാരതം പ്രതിരോധിക്കാൻ സജ്ജമാണ്. എന്തായാലും ലഷ്കർ ഇ തോയിബയുടെ ഈ വെള്ളം വാങ്ങിവെച്ചാൽ മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. യെസ്.